ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന കുറച്ച് സീൻ കാണിക്കാനാണ്. അതായത് ഈ പ്രകൃതിയുടെ സൗന്ദര്യം, നമുക്ക് അന്നം തരുന്ന പാടം, ഇതൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടിരിക്കണം. ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ. നല്ല ബോർഡറായിട്ട് ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സ് കുനുകുനായിരിക്കുന്നുണ്ട്. നമ്മളിതുപോലത്തെയൊക്കെ ഫ്ലവേഴ്സ് പലരുമൊക്കെ ഈ ബ്രൈഡൽ അലങ്കാരത്തിനൊക്കെ എടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇത് നല്ല രസമായിട്ട് വയൽവഴിയിൽ ഇത് ഇത്രയും പച്ചിപ്പിൻ്റെ ഇടയ്ക്ക് ഈ വെള്ള കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നില്ലേ നിങ്ങൾക്ക്? എന്തോ ബൊക്കയൊക്കെ ചെയ്ത് അലങ്കരിക്കാൻ വെച്ചതുപോലെ നല്ല ഇത്തിരി ഹെഡ് വെയിറ്റാണ് കേട്ടോ. എല്ലാം നല്ല പാടമൊക്കെ നല്ല ഫുള്ള് കൊയ്ത്തിന് റെഡിയായിട്ടിരിക്കുകയാണ്. ഇയാളും അവരെയൊക്കെ ആയിട്ട് ആ കാറ്റ് കൊണ്ട് തലോടി സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ ഏരിയയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് പന ഇവിടെ കണ്ടില്ലേ, കൊല്ലി ഹിൽസ്. നമ്മളിവിടുത്തെ പുളിയഞ്ചോല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ അടുത്ത്. അവിടെ നിന്ന് ഈ കൊല്ലി ഹിൽസിൽ നിന്നുള്ള വെള്ളം അങ്ങനെ ഒഴുകി വന്ന് ഒരു ആറായിട്ട് മാറി ആ പുഴയിലൂടെയാണ് ഇവിടേക്കുള്ള കൃഷിക്കുള്ള വെള്ളമൊക്കെ കിട്ടുന്നത്. കിണറുണ്ട് അവിടെ ഇവിടെ, എന്നാലും വെള്ളത്തിനൊരു കുറവില്ലാതെ ദൈവം കനിഞ്ഞു തന്നിരിക്കുന്നത് ആ കൊല്ലി ഹിൽസിൻ്റെ മേളിൽ ഒരു വലിയ ശിവൻ്റെ അമ്പലം ഒത്തിരി പഴയതുണ്ട്. ആ ശിവൻ്റെ അമ്പലത്തിന് വളരെ പ്രാർത്ഥനകളൊക്കെ വർഷത്തിനൊരിക്കൽ ഇവിടങ്ങളിലുള്ള ചെറിയ ചെറിയ നാടൻ പ്രദേശത്തിലുള്ളവർ എല്ലാവരും പോയി അവിടെ എല്ലാ ഉത്സവത്തിനെയൊക്കെ നടത്തിയിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ അന്നദാനവും കൊടുക്കും. ഇവിടെ നിന്ന് ചാക്ക് കണക്കുന്ന അരിയൊക്കെ കൊണ്ടുപോയിട്ടാണ് അവർ ചെയ്യുന്നത്. ആ ഭഗവാനും ഒരു നന്ദി സൂചനയായിട്ടാണ് അവർ ചെയ്യുന്നത്. ഞാനൊരിക്കൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ നല്ലതായിട്ട് പായസമൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. ഇവിടങ്ങളിൽ കിട്ടുന്ന ഈ കുറച്ച് അരികളൊക്കെ ഉണ്ട്. മാപ്പിള സംഭ അരിസി, കറുപ്പ് കൗണി അരിസി എന്നൊക്കെ പറയും. ഇതൊക്കെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ളതും നല്ല കോസ്റ്റ്ലിയാണ് നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോഴൊക്കെ. അത് കാരണം അതൊരു സാധാരണ അരിയായിട്ടല്ല കാണുന്നത്. ഇവിടെ ഉള്ളവർ ഭയങ്കര നല്ല ബെനിഫിറ്റഡ് ആയിട്ടുള്ളതാണ് ആരോഗ്യത്തിനും. അത് കഞ്ഞി വെച്ചിട്ടുമൊക്കെ കഴിക്കും, അലുവ പോലെ ഉണ്ടാക്കി കഴിക്കും. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പീസൊക്കെ പറഞ്ഞു തരാം കേട്ടോ ഫ്രണ്ട്സ്. നല്ല എരിക്ക് നോക്കി, നല്ല പൂത്തു പന്തലിച്ച്. എരിക്കിൻ്റെ പൂവിന് എന്തൊരു ഭംഗിയാണ്. ആ കളറും ഒക്കെ നോക്കിക്കേ, സൂപ്പർ ലൈറ്റില്ലേ. ഇത്രയും പൂത്ത് നിൽക്കുന്നല്ലോ അല്ലേ. എരിക്കിന് ഒരു ശല്യം കൂടാതെ പൂത്ത് നിൽക്കുക. ആരും അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പുറത്ത് ഈ പാടവും കണ്ടിരിക്കുന്നത് ദൂരെ നല്ല കൊയ്ത്ത് നടക്കുന്നുണ്ട്. ഞാൻ ഈ കൊല്ലി ഹിൽസിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊല്ലിമലൈ എന്നാണ് ഇവിടെ എല്ലാവരും പറയും. ആ മലമുകളിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം വിൽക്കാൻ വരും. അവരെ മലയാളത്താൻ എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ ഞാൻ മലയാളത്താൻ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ളവരെന്നാണ് വിചാരിച്ചിരുന്നത്. അവർ പറയുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ മലയാളത്താൻ കച്ചവടത്തിന് കൊണ്ടുവരും, അത് കൊണ്ടുവരും, തേന് കൊണ്ടുവരും എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് വർഷമായല്ലോ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ഇത്രയും നമുക്കൊരു സമയം കിട്ടിയിരുന്നില്ല. കേരളത്തിൽ താമസിക്കുന്നു, ഇവിടെ വന്നു പോകുമ്പോൾ ഇതുപോലെയൊക്കെ എനിക്ക് ചെയ്യാനും വീഡിയോ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കിതാ തൊട്ടപ്പുറത്തെ വീട്ടിലെ പ്രഭുവിൻ്റെ പാടമാണിത്. പ്രഭുവാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നെ അവർ ചിത്തിന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അപ്പുറത്തെ വീട്ടിലെ പ്രഭുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പം, ചിത്തി നമ്മളെ പാടത്ത് കുറേ വൃക്ഷങ്ങളുണ്ട്, പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കുന്നുണ്ട്, ഞാൻ ചിത്തി കാണാൻ വരണേന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അപ്പുറത്തുള്ളവരുമായിട്ട് വന്നിരിക്കുന്നു. അവരുമെല്ലാം ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്നവരാണ്. അവർക്കും ഒരു വലിയ പാടമൊക്കെ ഉണ്ട്, കൃഷി സ്ഥലം. അവിടെ കുറേ വേറെയും കുറേ ഇതൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്ന് കണ്ട് അവർക്കും കുറച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നമ്മളുടെ ഭാഷയിൽ അപ്ഡേറ്റ് ചെയ്തെല്ലാം നന്നായിട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. അവരതിൻ്റെ രീതിയിൽ അവർ ഹസ്ബൻഡിൻ്റെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇതിനെയൊക്കെ പനമ്പഴം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനെ ഇങ്ങനെ പഴുത്ത് വരുന്ന ഈ പനമരത്തിൽ ഇതിനെ എടുത്തിട്ട് അതിൻ്റെ കുരുവുണ്ട് നടുക്കിടക്കണ. ഇതിന് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ശർക്കര പാനിയിലിട്ട് കഴിക്കും. അത് ഇപ്പോൾ കരിപ്പട്ടി പാനിയാണ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കുറേ ഔഷധങ്ങളൊക്കെ അതേ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് ഫുള്ള് മനസ്സിലാവുന്നില്ല. കൊയ്ത്തിന് റെഡിയായിരിക്കുന്നതാണ് എല്ലാം. ഇനി കൃഷിയിൽ ഇനിയിപ്പോൾ ഈ ആഴ്ച കൊണ്ട് ഇവിടെ ഒരുപാട് കൊയ്ത്തുകളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ഈൽഡാന്ന് പറയുന്നുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഇവിടുത്തെ സംസാരങ്ങളൊക്കെ അങ്ങനെയാണ്. ജീരകശാലയാണ് കൂടുതലും അരിയെല്ലാം ഇടുന്നത്. അവർക്കൊക്കെ നല്ല റേറ്റ് കിട്ടുന്നുണ്ടെന്ന്. ഇതിപ്പം ജീരകശാല അല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ, വേറെ വെറൈറ്റിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഫ്രണ്ട്സ് ഇത് കാണണേ, ഞാൻ ഇനിയും കാണിച്ചു തരാം. എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വളരെ മനോഹരമായിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും ഞാൻ വരും. എനിക്കിതൊക്കെ ഇഷ്ടമാണ് കാണാനായിട്ടൊക്കെ. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതിൽ എനിക്ക് കൂടുതൽ സന്തോഷമേ ഉള്ളൂ. ഈ
ഈ ഒരു തിരുച്ചിനാപ്പള്ളി ഡിസ്ട്രിക്റ്റിൻ്റെ ഭംഗി എനിക്ക് നിങ്ങളെയൊക്കെ എത്തിക്കേണ്ടത് എൻ്റെ ഒരു കടമയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് ഞാൻ മാത്രം ആസ്വദിക്കുവാണ്. വന്ന് ആസ്വദിച്ചിട്ട് ഞാൻ തിരിച്ചു പോകണം. ഇനി അത് ഞാൻ നിങ്ങൾക്കും കൂടെ എത്തിച്ചു തരും. ഫ്രണ്ട്സ് വാച്ച് ചെയ്യണേ. ഞാൻ ഇനി ആ വശത്തോട്ടും പോയിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇത് മുസാമ്പിയാണ്. ഇവരിത് കുറേ കൃഷി മുസാമ്പിയുടെയും കൂടെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അവർ പറയണത് ഇത് കുറച്ചായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നാണ് പറഞ്ഞത്. അത് അകത്ത് ഇത്തിരി മഞ്ഞിപ്പുള്ള പഴുത്തതൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചെറുതുമുണ്ട് വലുതുമുണ്ട്, അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പം മുസാമ്പിയും അവരുടെ ഒരു ആഗ്രഹത്തിന് ഇവിടുത്തെ ചെയ്യുന്ന കുട്ടി അതും കൂടെ ചെയ്യുന്നുണ്ട്. ഒത്തിരിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, അകത്തൊക്കെ കുറേ ഉണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ബാക്കിയും കൂടെ കാണാം. തൊട്ടപ്പുറത്ത് നല്ല സപ്പോർട്ടയാണുള്ളത്, അതും ഇഷ്ടമായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അത് ഈ കൃഷിയോട് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചെയ്യാതെ ഇതൊന്ന് ചെറുതായിട്ട് തുടങ്ങി ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹവും കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എനിക്കതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതാണ്. ഞാൻ ഇനിയും കാണിക്കാം. ലൈക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പുറത്തൊക്കെ വേറെയും കുറേ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇത് നമ്മളെ ചാമ്പയ്ക്കയുടെ തന്നെ ഒരു വലിയ തരമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വാട്ടർ ആപ്പിൾ എന്ന് പറയുന്നുണ്ട്. ഈ പൂക്കളൊക്കെ കണ്ട കേരളത്തിലുള്ള നമ്മളുടെ മക്കൾക്ക് നന്നായിട്ട് അറിയായിരിക്കും എന്നിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പം അതാണിത്. ഇവർക്കിത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ചെടി. അപ്പം നമുക്ക് ബാക്കിയും കൂടെ കാണാം. ഇവിടെ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നല്ല എനർജി കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരെണ്ണം കിട്ടിയത് കൊണ്ട് അതെനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നിങ്ങളടുത്ത് അതാണ് അങ്ങനെ ഷെയർ ചെയ്യാൻ കാരണം കേട്ടോ. നല്ല ചുവന്ന പേരക്കയുടെയാണ്. ഇവിടുത്തെ ചേട്ടൻ എനിക്കും കൂടെ പറിച്ച് തരുന്നുണ്ട്. അത് കാരണം എൻ്റെ അടുത്ത് കാണിച്ച് എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കാരണം ചേട്ടൻ നല്ല ചുമന്ന പേരയ്ക്ക അത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ആയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ സന്തോഷത്തിലാണ്. നല്ല പേരയ്ക്ക കിട്ടുമ്പോൾ നമുക്ക് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്, കേരളത്തിലുള്ളവർക്ക്. കണ്ടില്ലേ, ചുമന്ന പേരയ്ക്കാണ്. അവിടേക്ക് കുറേ കിടക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇനി ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇത് പറയുന്നത് ചീനി കൊയ്യ എന്നാണ് പറയുന്നത്. അല്ലാതെ നല്ല മധുരമുള്ള ഒരു തരം പേരയ്ക്ക എന്നാണ് പറയുന്നത്. കൊയ്യാപ്പഴം എന്ന് പറഞ്ഞാൽ പേരയ്ക്കയാണ്. അപ്പം നല്ല മധുരമുള്ള പേരയ്ക്ക. പക്ഷേ അതിൻ്റെ ഇല തന്നെ കണ്ടില്ലേ, വളരെ ചെറുതായിട്ട് കാണുന്നുണ്ട. ഇതുപോലെ ഇതിൻ്റെ ആ പേരയ്ക്കയും വളരെ ചെറുതാണെന്ന്, അത് നെല്ലിക്കയുടെ അത്രയേ വരത്തുള്ളൂ എന്ന്. പക്ഷെ നല്ല മധുരമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു ഞാൻ നിങ്ങൾക്ക് അടുത്തുള്ളത് ചെറിയ ഒരു ഇതാണ് കാണിക്കുന്നത്, പേരയ്ക്കയുടെ മരം. ഇപ്പുറത്തെ സൈഡ് നല്ല വലിയ ഒരു പേരയ്ക്കയുടെ മരം ഇരിക്കുന്നുണ്ട്. കായില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചേനെ. അപ്പുറത്തെ സൈഡിലൊക്കെ വല്ലതും ഉണ്ടോ എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഇല കാണുമ്പോൾ തന്നെ ആ പേരയ്ക്കയുടെ ഇലയുടെ ഇത് നല്ല സാമ്യമുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പം ഇത് അവർ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുവാണ്. ഇത് അപ്പുറത്തൊക്കെ അത് ഒരുപാട് ചെടി വേറെയും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ പാടത്തിനോടുകൂടി ചേർന്നിരിക്കുമ്പോൾ തന്നെ അതിന് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും നല്ലതാണല്ലോ. ഇത് മുള്ളിലുള്ള സീതാപ്പഴം എന്നാണ് പറഞ്ഞത്. മുൾ സീത എന്നാണ് പറയണത്. നമ്മൾ സീതാപ്പഴം പറയില്ലേ, അതിൻ്റെ വലുതാണ് കേട്ടോ ഇത്. ആനമുന്തിരി എന്നൊക്കെ പറഞ്ഞാൽ മുള്ളു ഇതിലുണ്ടാവുമെന്ന്. ഇനിയിപ്പം ഞാൻ പണ്ട് ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു തരം വലിയ സീതാപ്പഴം കിട്ടുമായിരുന്നു. അതുപോലെ വല്ലതും ആണോ എന്തോ, നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം പിന്നീട്. ബൊട്ടാനിക്സൊക്കെ ഗാർഡനൊക്കെ കുറേയൊക്കെ അറിയുന്നവർക്കൊക്കെ ഇത് കുറച്ചുകൂടെ അറിയാം, ബോട്ടണി പഠിച്ചിട്ടുള്ളവരും എല്ലാം. ഇതൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ കൊയ്ത്തിനെല്ലാം റെഡിയായിരിക്കുന്നതാണ്. എനിക്ക് ബാക്കിയുള്ളതും കൂടെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. വലിയ കിണറാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ. ഇതിലൂടെയാണ് അവർക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ദൈവം കനിഞ്ഞ് തരുന്നത്. ഇത് പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഇഞ്ചിനൊക്കെ വയ്ക്കാനും ഒക്കെ ഇങ്ങനെ ഒരു റൂം ഉണ്ടാവും. തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലത്തിലും ഞാൻ കാണാറുണ്ട്. കസേരയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഷെഡൊക്കെ ഇടാനുമില്ല എന്നുള്ളതാണ് ഈ 2 കല്ലും വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഷെഡൊക്കെ ഇങ്ങനെ പണിയാൻ വേണ്ടിയിട്ടാണ്, ചരിച്ച് പണിയാനായിട്ടാണ്. ഇത് പശുവിന് പണ്ട് വെള്ളം കൊടുത്തിരുന്നതാണ്. അത് കാരണം ഇങ്ങനെ കല്ലിൽ തന്നെ അതിവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കണ്ടില്ലേ, മോട്ടോറിൽ നിന്ന് കിണറ്റിൽ നിന്നും വെള്ളം വന്ന് പമ്പ് സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കയറ്റിയെടുക്കുന്നുണ്ട്. ആ വെള്ളം ഇങ്ങനെ നീളത്തിൽ ഇത് പായിക്കാൻ വേണ്ടിയിട്ടാണ്, നെല്ലിലോട്ട്
കൃഷി സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്നത് ഇവരെ വീട്ടിൽ ഒരു 80 നാടൻ പശു ഉണ്ടായിരുന്നു എന്നാ. അപ്പോൾ ഈ 80 നാടൻ പശു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ. അപ്പം അവരുടെ അച്ഛനാണ് അത് വളരെ ഇഷ്ടമായിട്ട് നോക്കിയിരുന്നത്. ഇവിടെ പൊതുവെ പശുവൊക്കെ ഒത്തിരി എല്ലാ വീടുകളിലും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ നാടൻ പശുവിനെയൊക്കെ വളർത്തി അതിന് വെള്ളം കൊടുക്കാനൊക്കെയാണ് ഇവരിങ്ങനെ നീട്ടി പണിതേന്ന്. അപ്പോൾ ഈ നീട്ടി പണിയുമ്പോഴേക്കും എല്ലാ പശുവും ലൈനായിട്ട് നിന്ന് വെള്ളം കുടിക്കുമെന്ന്. അങ്ങനത്തെ നാടൻ പശുകളൊക്കെ ഇപ്പോൾ കാണാനേ കിട്ടുന്നില്ല. അതിനിവിടെ നാട്ടുമാട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ബാക്കിൽ മുതുകിൽ ഇങ്ങനെ പൊങ്ങിയിട്ടിരിക്കുമല്ലോ, അതാണ് നമുക്ക് നാട്ടുമാടെന്ന് പറയുന്നത്. അതിപ്പോൾ വളരെ കുറവാണ്. അത് കുറഞ്ഞു വരുന്നതുകൊണ്ട് അതിനെ എല്ലാവരും വളരെ നന്നായിട്ട് ഇപ്പോൾ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷികൾ ഒരുപാട് തത്തയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതാ ബാക്കിയാണ് പക്ഷികളൊക്കെ വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മയിൽ കാണിക്കാനാണ്. ഈ സമയത്താകുമ്പോൾ മയിൽ വരും, അങ്ങ് ദൂരെയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അടുത്ത് വരട്ടെ, ഞാൻ ഏതെങ്കിലും മയിലും കൂടെ എനിക്ക് കണ്ടാലേ സമാധാനമാവുള്ളൂ. ഇപ്പോഴൊക്കെ ഇവിടങ്ങളിൽ ഒത്തിരി കൊയ്ത്ത് സമയത്തൊക്കെ ഒത്തിരി വരും എന്നാണ് പറയുന്നത്. അത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് അതും കൂടെ കാണിക്കാനായിട്ട് നിൽക്കുന്നത്. ഫ്രണ്ട്സ്, നമുക്കിതാ പ്രാവൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കാറ്റത്ത് നല്ല ഊഞ്ഞാലാടുന്ന പോലെ കാണിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഒരുപാട് ഇവിടെ തത്തകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. കാണാൻ ഇത്തിരി പ്രയാസമാണ്. തത്തകൾ ഒത്തിരി ഉണ്ട്. അതിൻ്റെ ശബ്ദവും ബഹളമാണ് ഇവിടെ കേൾക്കുന്നത്. അത് കാരണം ഞാൻ അതും കൂടെ എടുക്കാനായിട്ട് വന്നതാണ്. ആ മാവിൽ അത്രയും തത്തയാണ്, നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഫ്രണ്ട്സ്, ഞാൻ ഇതെന്താണെന്ന് ചോദിച്ചു. നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്കിതാ തത്ത ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊരു കോമ്പറ്റീഷനാണ്. അപ്പം ഇതെന്തിനാന്ന് വെച്ച് ഞാൻ ചോദിച്ചപ്പം ഈ കിണർ കുത്തിയപ്പോൾ ഉള്ള മണ്ണ് അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ അത് വീണ്ടും ഇങ്ങോട്ടൊന്ന് വീഴാതിരിക്കാനായിട്ട് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കല്ല്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഒരു അടുക്കടുക്കായിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ഇൻറ്റീരിയർ ഡിസൈനർമാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നാച്ചുറലായിട്ട് വളരെ നന്നായിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്കും തോന്നില്ലേ ഞാൻ ശരിക്കും തന്നെ ഒരു അതിമനോഹരമായ സ്ഥലത്തിൽ നിൽക്കുവാന്ന്. ഞാൻ ഈ ഡയലോഗ് ഇപ്പോൾ ഒത്തിരി അതിമനോഹരം ഈ വേർഡ് പറയണം എന്നുള്ളതാണ് എനിക്കും തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചേർത്ത് പറയാതെ പറ്റുന്നില്ല. അത്രയ്ക്കും ഭംഗിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഈ നേരെ കാണുന്നതാണ് ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടൊക്കെ പറയാനും ഒത്തിരി ഹിസ്റ്ററിയുള്ള കൊല്ലി ഹിൽസ്, കൊല്ലിമലൈ. അതാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് ഇതും കൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. വെച്ചാൽ ഇത്തിരി വെയിൽ താന്നിട്ട് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും കിട്ടുക. ഞങ്ങൾ ഈ മലയെ നോക്കി നിൽക്കുന്നവരാണ് ഈ നാട്ടുകാരെല്ലാം. ഭഗവാൻ മലയിൽ നിന്നും കനിഞ്ഞു തരുന്ന മഴയിലൂടെയാണ് ഇവിടുത്തെ കൃഷിയെല്ലാം ഇരിക്കുന്നത്. ഇവിടെ താഴെ നാട്ടിൽ മഴ വീണൊന്നുമില്ല. മേളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മലയിൽ ആ വെള്ളമെല്ലാം ഇവിടെ വലിയ വലിയ കായൽ പോലെ വലിയ ഏരി എന്ന് പറയും. 200 ഏക്കറൊക്കെയാണ് ഇവിടുത്തെ ഏരിയ ഉള്ളത്. ആ ഏരിയയിലേക്ക് വെള്ളം വന്ന് നിറഞ്ഞ് കൃഷി നല്ലപോലെ ഇവിടെ നന്നായിട്ട് നടക്കും കേട്ടോ. മലയിലുള്ള അമ്പലത്തിൻ്റെ പേര് ശിവൻ്റെ അമ്പലം. വളരെ ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് മുനിമാരൊക്കെ തപസ്സിരുന്ന സ്ഥലം. നമ്മൾ പറയുമ്പോൾ അറപ്പളീശ്വരർ ക്ഷേത്രം എന്നാണ്. ശിവൻ്റെ അമ്പലമാണ്. തായുമാനവർ ക്ഷേത്രം എന്ന് പറയും. ശിവൻ്റെ പേര് തായുമാനവർ. നമ്മളുടെ അമ്മയും കൂടെയാണ് ഭഗവാൻ. അമ്മയപ്പൻ എന്ന് പറയും. ശിവൻ്റെ പാർവതിയുടെ പേര് അമ്മയപ്പർ. അങ്ങനെ ശിവൻ്റെ പേര് പറയും. അത് ഞാൻ പറയുന്നത് എൻ്റെ നോളജ് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫുൾ അർത്ഥം വളരെ ഇതോടുകൂടി തന്നെ പറയാൻ പറ്റുന്നവർ ഒരുപാടുണ്ട്. ഈ മരത്തിലാണത് അത്രയും പച്ചക്കിളിയുള്ളത്. തത്ത, ആ തത്തയുടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ കൂട് അത് എങ്ങനെയാണ് വന്ന് നിൽക്കണമെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കൂടും കൂടെ കാണിച്ചു തന്നേക്കാം. മലകൾ കണ്ട് നമുക്ക് നമസ്കരിക്കാം. നമ്മളുടെ മലൈ അന്നൈ, തമിഴിൽ പറഞ്ഞ മലൈ അന്നൈ, അതും നമ്മളുടെ ദൈവമാണ്. ഗോഡസ് ഓഫ് ഹിൽ എന്ന് പറയാം. കണ്ടു തൊഴുക. നമുക്ക് ഇവിടെ ബാക്കിയുള്ളതും കൂടെ സൗന്ദര്യങ്ങൾ, ഈ പ്രകൃതി തനിഞ്ഞു തന്നിരിക്കുന്ന സൗന്ദര്യങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾക്ക് ഈ ഉൾപ്രദേശത്തൊക്കെ വന്ന് എത്താൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ കേട്ട് നിങ്ങളെ സന്തോഷിക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. ഒന്നും കൂടെ വെയിറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. ഞാൻ തത്തയുടെ ഇതും കൂടെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേക്കാം. ഫ്രണ്ട്സ്, എനിക്ക് ബാക്കി തത്തയുടെ ഒരു വിവരവും കൂടെ ഞാൻ അറിഞ്ഞത് പറയണമെന്നുണ്ട്. ഇവിടെ ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. മരം മൊത്തം ഈ മാവിൽ തത്ത ഒരുപാടുണ്ട്. അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇതിലാണ് തത്ത വന്ന് താമസിക്കുന്നത്. ഒരു ചെറിയ ഹോള് കാണുന്നുണ്ട്. ഈ ഓട്ടയിൽ കൂടെ പോയിട്ടാണ് തത്ത താമസിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നവരുണ്ടാവും. എനിക്കിത് ആദ്യമായിട്ടാണ് ഈ ഇൻഫർമേഷൻ. നമുക്ക് കിളിക്കൂടെന്നൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ലവ് ബേഡ്സൊക്കെ. അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇരുന്ന് അത് തുടങ്ങുന്നതിൻ്റെ ഇതുവരെ
അതിൻ്റെ കൂടുണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. ഈ തത്തയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ കുറച്ചൊക്കെ സത്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും കുറച്ച് വിശ്വസിക്കുമായിരിക്കും കുറച്ചൊക്കെ ആൾക്കാർ. അപ്പം അതൊരു ഓട്ട, അത് കൂടെ ഇവിടെ വന്ന് താമസിക്കുന്നു. പിന്നെ ഒരെണ്ണം നോക്കണത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതാ കണ്ട ഒരു ഹോള് കണ്ട നടുക്ക്, ഇത് നേരെ അത് അവിടെ ആ ഹോളിൽ കൂടെ കുറേ തത്ത കയറി താമസിക്കും. അത് ദേ ഇവിടെ വരെ വരും എന്നാണ് പറയുന്നത്, അതിൻ്റെ ഓട്ടം അത് താമസിക്കുന്നത് കേട്ടോ. അത് കാരണം ഇതെല്ലാം ഇവിടുത്തെ വളരെ നല്ല കാഴ്ചകളാണ്. നമ്മൾ ഇതൊക്കെ സന്തോഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ആ ഹോൾ. അതാണ് നമ്മൾ പുറത്തുള്ളവരൊക്കെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. നമ്മളെ ഭാരതത്തിലുള്ള ഭയങ്കര രസമുള്ള അവിടെയൊക്കെ ഉണ്ട്, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം US പോയപ്പം ചിട്ടുക്കുരുവി കുറേ കണ്ടിരുന്നു. ഇവിടെ തമിഴ്നാട്ടിലധികം കാണുന്നില്ല എന്നൊക്കെ സങ്കടം പറയണവർ, ഈ ചിട്ടുക്കുരുവി ഞാൻ അവിടെ US കുറേ കണ്ടിരുന്നു. അങ്ങനെ അവിടെയും ഉണ്ട്. പക്ഷേ ഇവിടെ ഇതിൻ്റെ കുറച്ച് വിവരണവും ഈ കൊല്ലി ഹിൽസും എല്ലാം മക്കളോട് എത്തിക്കുക. ഞാൻ ഇത് പറയാനായിട്ടാണ് ഇത്രയും നേരം ഞാൻ ഒരാളെ സഹായത്തോടു കൂടി ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു ഫോർ ഫ്രണ്ട്സ്. ഞാൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞാൻ ഇതുപോലെ ഒത്തിരി ഉൾനാടൻ പ്രദേശത്തിലുള്ള ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് തരാം. എന്നെക്കൊണ്ട് എത്തിച്ച് പോകാൻ പറ്റുന്നത് എല്ലാ സ്ഥലത്ത് പോവാം. ഇത് നല്ല കരിവേപ്പില നിൽക്കുന്നുണ്ട്, ചുമന്ന തണ്ടോടുള്ള കരിവേപ്പിലയാണ് നല്ലത്. ആ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തരാം. നല്ല മണമാണ്. നമ്മളെ കേരളത്തെ എല്ലാ കറികളും കരിവേപ്പിലോട് ചെയ്യുമ്പോഴാണ് ഫുൾഫില്ലാവുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.